ഹായ് വ്യൂവേഴ്സ്, ഞാൻ ആഷ്ലി അഭിലാഷ്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ഒരുപാട് കുട്ടികൾ എന്നെ പുറത്തുനിന്നും എൻ്റെ ഈ ഒരു എറണാകുളം ഡിസ്ട്രിക്റ്റിന് അപ്പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുകയും നല്ല കമൻസ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും കാണുക. ഒപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഐ ഗിവ് യു ദ റിപ്ലൈ. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ സെക്കൻഡ് വീഡിയോ ലൈറ്റിന് കണ്ടിന്യൂഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കോൺവെക്സ് മിറർ, അതിന്റെ റേ ഡയഗ്രാംസ്, അതുപോലെ തന്നെ യൂസസ് ആൻഡ് പ്രോബ്ലംസ്. ഇതിനു മുൻപ് നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദ ടേംസ് റിലേറ്റഡ് ടു ദ സ്ഫെറിക്കൽ മിറേഴ്സ്. അത് രണ്ട് മിറേഴ്സിനും ഒരേപോലെ യൂസ്ഫുൾ ആണ്. സോ ഫസ്റ്റ് വിൽ സീ the main terms related to the spherical mirrors. So let's have a look through the main terms related to spherical mirror. Main ആയിട്ട് നമ്മൾ കാണുന്ന terms ഇതെല്ലാമാണ്. First one is pole. Pole എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മിറർ കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ ഏത് മിറർ ആയാലും ആ മിറർ റിഫ്ലക്ട് ചെയ്യുന്നതിന് സെന്റർ ആയിട്ട് വരും. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് the reflecting surface of any spherical mirror, both convex as well as concave. So ഇവിടെ നമ്മൾ represent ചെയ്യുന്നതാണെങ്കിൽ this will be the pole, and pole is denoted by the letter P, capital P. P stands for pole. It is the center of the reflecting surface of a spherical mirror. ഇനി നമ്മൾ സെക്കൻഡ് ടേമിലേക്ക് പോവുകയാണെങ്കിൽ ഈ പോളിൽ നിന്ന് നമുക്കൊരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. സപ്പോസ് ഇഫ് യു ഡ്രോ ആൻ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ, വി കോൾ ദറ്റ് ഇമാജിനറി ലൈൻ ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. Since it is a line, we can't represent it as a point. It is a line, the imaginary line passing through the center of the mirror. Now moving to the third one, it is the center of curvature. ഇത് ഒരു സ്ഫിയർ ആണല്ലോ. ഈ സ്ഫിയർ നമ്മൾ ഇതിനെ ഫുൾ ആയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we'll get a center point. For example, this may be the center point of this sphere of which mirror can form a part. So the center of the reflecting surface of a sphere in which the mirror forms a part. ഈ മിറർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സ്ഫിയറിന്റെ സെന്റർ പോയിന്റ് ആണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. ആൻഡ് ദ ലെറ്റർ ക്യാപിറ്റൽ സി is used to denote center of curvature. Now let's see the next term. It's radius of curvature. സാധാരണ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്കൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു പോയിന്റ് ആണ് ഈ റേഡിയസ് ഓഫ് കർവേച്ചറും സെന്റർ ഓഫ് കർവേച്ചറും. ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ. അതായത് ഈ പോൾ ഞാൻ പി എന്ന് മാർക്ക് ചെയ്തു, സെന്റർ ഓഫ് കർവേച്ചർ ഞാൻ സി എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ടു പി is called radius of curvature. It is denoted by the letter capital R. Is it clear, children? Now the next term is focal length. If these two terms are clear, you will be automatically able to understand the term principal focus. Principal focus എന്ന് പറയുന്നത് ഇപ്പോൾ കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺകേവ് മിറർ ആണ്, ഈ ഒരു ടൈപ്പ് മിറർ ആണെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു, അത് ഇൻസിഡന്റ് ചെയ്തു, ഇനി അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോയി. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോരുന്ന പോയിന്റ്, that means it will be the midway between the C and the P. That means the midpoint between C and P, which can be denoted by the letter F. That F is known as focus, principal focus, and it is capital F. ഇനി അത് കോൺവെക്സ് മിറർ ആണെങ്കിൽ there will be a change. അതില് വന്ന് വീഴുകയല്ല ചെയ്യുന്നത്, ഇറ്റ് അപ്പിയർ ടു ഡൈവേർജ്, വന്ന് ഡൈവേർജ് ചെയ്യുന്ന നമുക്ക് തോന്നുക ചെയ്യുന്നത്. സോ ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ ഡെഫിനിഷൻ, ബട്ട് ദ പോയിന്റ് വിൽ ബി ദ സെയിം. കോൺകേവ് മിററിനാണ് അത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്,
If we are taking the case of convex, it comes on the other side. അത് ഞാൻ എൻ്റെ next video ഉൾപ്പെടുത്തുന്നതായിരിക്കും. Now we are going to the next one, very easy term, which is called aperture. I can mark the aperture mainly as mn. സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്സിലും ഗൈഡിലൊക്കെ കാണുന്ന ടേം mn എന്നാണ്. അത് aperture എന്ന് പറയും. It is the diameter of the reflecting surface of the sphere in which the mirror forms a part. ഇപ്പൊ നമ്മൾ ഈ മിറർ എടുക്കാൻ നേരത്ത് ഈ സ്ഫിയറിന്റെ ഈ ഒരു പോർഷൻ മാത്രമേ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ അതിന്റെ ഡയമീറ്റർ ഓർ ദ വിഡ്ത് is known as aperture. Usually we mark using the letters mn. ചില ബുക്സിൽ m dash എന്നൊക്കെ നമ്മളത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ പോൾ, radius of curvature, center of curvature, focal length, aperture, principal focus and principal axis. These are the main terms related to the spherical mirrors in order to learn the ray diagrams and the problems. Viewers, ഞാൻ സ്ഫിറിക്കൽ മിററിന്റെ ടേംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഒരു കോൺകേവ് മിറർ വരച്ചുകൊണ്ടാണ്. ഇത് നമുക്ക് കോൺവെക്സ് മിററിലും വരയ്ക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ദ കോൺവെക്സ് മിറർ. അത് ലൈറ്റ് വന്ന് വീഴുന്നത് നമുക്കറിയാം ബൾജ്ഡ് ഔട്ട് ഫ്രണ്ട് സർഫസിലാണ്. ബാക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പോള്, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ എല്ലാം മാർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ബാക്ക് എന്ന് പറയുന്നത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കോൺവെക്സ് മിറർ അങ്ങനത്തെ ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ വരുന്നു, ഇതാണ് അതിന്റെ റിഫ്ലക്റ്റഡ് റേ പോകുന്നത്. റിഫ്ലക്റ്റഡ് റേ എമർജ് ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നായിരിക്കും. ഇതെല്ലാം വരുന്നത് ബാക്ക് ഓഫ് ദ മിറർ ആണ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് പോളിനും അതുപോലെ തന്നെ ഫോക്കസിനും ഇടയിലാണ്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഫോക്കസും ഫോക്കൽ ലെങ്തും നമ്മൾ മാറിപ്പോകേണ്ട അവസ്ഥ വരരുത്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് ഇറ്റ് റെപ്രസെന്റ്സ് എ ലെങ്ത്. നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ ഓർ ഇൻ മീറ്റേഴ്സ്. യൂഷ്വലി ഇറ്റ് ഇസ് ഇൻ സെന്റിമീറ്റേഴ്സ്. അതുപോലെ ഈ ഇമാജിനറി ലൈൻ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പർച്ചർ mn ഓർ m ഡാഷ് നമുക്ക് പറയാം. ഈ ടേംസ് നിങ്ങൾ കോൺകേവ് കണ്ടതുപോലെ തന്നെ ജസ്റ്റ് വ്യത്യാസം അതിന്റെ ഫേസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കോൺകേവ് എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ കോൺവെക്സിൽ എല്ലാ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചർ ഈവൻ റേഡിയസ് ഓഫ് കർവേച്ചർ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിന്റെ ബിഹൈൻഡ് ദ മിററിലായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ.